നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ ഖാദിരിയ റോഡിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:20 സംഭവം. യുവതിയുടെ വീട്ടുപറമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി മുറ്റത്തുണ്ടായിരുന്ന കുഴൽക്കിണർ പൈപ്പും കെട്ടിടത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡും പൂർണ്ണമായും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട യുവതി ഉണർന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരവും പറമ്പും വൃത്തിയാക്കാനായി എത്തിയ ഇയാൾ യുവതി തനിച്ചാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ജോലിക്കിടെ കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ പ്രതി യുവതിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ യുവതി പ്രതികരിക്കുകയും ഇയാൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ജോലി സമയം കഴിഞ്ഞിട്ടും പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന പ്രതിയെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾ എത്തിയാണ് പറഞ്ഞുവിട്ടത്. എന്നാൽ പോകുന്നതിനു മുൻപ് പ്രതി വീട്ടുമുറ്റത്ത് ഇംഗ്ലീഷിലുള്ള ചില വാക്കുകളും 10:30, 2:20 എന്നീ സമയങ്ങളും എഴുതിവച്ചിരുന്നു. തുടർന്ന് ഇയാൾ എഴുതിവെച്ച സമയമായ പുലർച്ചെ 2:20 വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടത്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ സലീം ആച്ചിപ്പുള്ളി സ്ഥലത്തെത്തി ചാവക്കാട് പോലീസിനെ വിവരമറിയിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ പോലീസ് തന്ത്രപരമായി ജോലിക്കെന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. റിട്ടയർഡ് കായികാധ്യാപകൻ തിരുവങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. ഇന്ന് രാവിലെ 8:30 സംഭവം. അപകടത്തിൽ കാറിന് കേടുപാട് പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കാറിന് മുകളിൽ നിന്ന് മരക്കൊമ്പുകൾ മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വെസ്റ്റ് മങ്ങാട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഞായറാഴ്ചയായിരുന്നു വിവാഹം. ഇന്നലെ രാവിലെയാണ് പലരെയും വയറുവേദനയും ഛർദിയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആർക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. നിലവിൽ ഒരാൾ മാത്രമാണ് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജ്യൂസിനുപയോഗിച്ച പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പോർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും മറ്റും പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ പഴഞ്ഞി സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു. കുന്നംകുളം പാലസ് റോഡിൽ ഗോൾഡൻ അക്വേറിയം ഉടമയായ ജെബി പി ജോണിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് കടയിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ പോർക്കുളം സെന്ററിൽ വച്ചായിരുന്നു അപകടം. ജെബിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ച വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെബി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടിച്ച വാഹനം കണ്ടെത്താനായിട്ടില്ല. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടിയായി അവധി നൽകിയത്. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണു. തിരുവത്ര മുട്ടിൽ കെ അഹമ്മദ് റോഡിൽ റോഡരികിലെ തെങ്ങുകളാണ് വൈദ്യുതി കാലിലേക്ക് വീണത്. മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി SSLC, CBSE, +2, VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത് അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ പെങ്ങാമുക്ക് ഹൈസ്കൂൾ, IG ഇംഗ്ലീഷ് സ്കൂളിനും പുരസ്കാരം നൽകി. വായനശാലയിൽ നടന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. വെങ്കിടമൂർത്തി നിർവഹിച്ചു. 2025-26 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ ഇനങ്ങളിൽ വിജയം കൈവരിച്ച ടീമിൽ അംഗങ്ങളായ പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളായ P. K. രവീന്ദ്രൻ, M. ഉദയശങ്കരൻ എന്നിവർ സംസാരിച്ചു.
എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള KG സത്താർ സ്മാരക സായം പ്രഭ പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സുരേന്ദ്രൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ICDS സൂപ്പർവൈസർ PR രശ്മി എന്നിവർ സംസാരിച്ചു. DYFI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുറുമാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് നടത്തി. കുറുമാൽ വോളി അരീനയിൽ സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് രാമകൃഷ്ണൻ, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം MA ബിജു, അനീറ്റ ബിജു, PJ ആൻഡു എന്നിവർ സംസാരിച്ചു. ഫൈനൽ മത്സരത്തിൽ കുറുമാൽ പവർ ലെജൻസ് 1-3 സെറ്റുകൾക്ക് വോളി ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി. ജൂൺ 18-19 തീയതികളിൽ എരുമപ്പെട്ടിയിൽ നടക്കുന്ന DYFI തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് തലം മുതൽ കലാകായിക മത്സരങ്ങൾ നടക്കും. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 112-ാം ശ്രാദ്ധം ആചരിച്ചു. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി SL മീഡിയ 112 വീഡിയോ എപ്പിസോഡും ഒരുക്കി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി VB പുറത്തൂക്കാരൻ, SL മീഡിയ കോർഡിനേറ്റർ ആദം ആന്റണി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആൽവിൻ, സെക്രട്ടറി എൽജോ SL മീഡിയ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട വറദച്ചനോടുള്ള ബഹുമാനാർത്ഥവും ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ടും 112 വീഡിയോകൾ അവർ ഇതിനകം ഈ വർഷം അവർ വറദച്ചൻ്റെ ചരമശതാബ്ദിയുമായി ബന്ധപ്പെട്ട് അവരിറക്കുകയുണ്ടായി. പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ രാത്രിയും പകലും അധ്വാനിച്ചാണ് 112 വീഡിയോകൾ അവർ നമുക്കായിട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.